എടാ അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം ലോ പേപ്പർ എക്സംഷൻ കിട്ടുന്നതിൽ ഒരു ക്ലാരിറ്റീൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഫെബ്രുവരി 10, 2024 മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ലോ പേപ്പറിൻ്റെ എക്സംഷൻ ക്ലെയിം ചെയ്തിട്ട് ആൾക്കാരുണ്ടാവും. 1000 രൂപ പേ ചെയ്തിട്ട് ക്ലെയിം ചെയ്ത ആൾക്കാർക്ക് ഇനി വരാൻ പോകുന്ന എക്സാം ഉണ്ട്, ഡിസംബർ 2024 എക്സാം. ആ എക്സാമിൽ ലോൻ്റെ പേപ്പർ എഴുതേണ്ടതില്ല. അതല്ലാതെ വേറൊരു സംഭവം എന്ന് പറയുന്നത് 2022 സിലബസ് എന്ന് വരെ ഉണ്ടോ ആ എക്സാമിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ലോൻ്റെ എക്സാം എഴുതേണ്ടതില്ല. 2022 സിലബസ് ഉള്ളിടത്തോളം കാലം നിങ്ങൾ ലോൻ്റെ പേപ്പർ എഴുതേണ്ടതില്ല. ഇനി വേറെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അന്നേരം ആലോചിക്കാം. ഇനി ഇതുവരെ 1000 രൂപ പേ ചെയ്തിട്ട് എക്സംഷൻ ക്ലെയിം ചെയ്യാത്ത ആൾക്കാരുണ്ട്, അന്ന് പേ ചെയ്യാത്ത ആൾക്കാരുണ്ട്, ക്ലെയിം ചെയ്യാത്ത ആൾക്കാർ, അവർക്ക് എക്സംഷൻ കിട്ടുന്നതല്ല. ഫെബ്രുവരി 10, 2024 മുന്നേ എക്സംഷൻ ക്ലെയിം ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ഒരു എക്സംഷൻ ഉണ്ടാവുന്നതല്ല. അവർ ലോൻ്റെ പേപ്പർ എഴുതണം. ഈ വരുന്ന ഡിസംബർ ആവട്ടെ ബാക്കിയുള്ള എക്സാമുകളായിട്ട് അവർ ലോൻ്റെ പേപ്പർ എഴുതണം. ഇതിൻ്റെ മുന്നേ 1000 രൂപ പേ ചെയ്ത് എക്സംഷൻ ക്ലെയിം ചെയ്തിട്ട് അന്ന് തന്നെ ആ കുട്ടികൾക്ക്, ക്ലെയിം ചെയ്ത കുട്ടികൾക്ക് അന്ന് തന്നെ മെയിൽ വന്നിട്ടുണ്ടാവും ഈ ഒരു എക്സംഷൻ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള. അങ്ങനത്തെ കുട്ടികളൊന്നും ഇനി 2024 സിലബസിൽ ലോൻ്റെ എക്സാം എഴുതേണ്ട ആവശ്യം ഇല്ല. അത് ജനുവരിയിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ലോൻ്റെ എക്സംഷനൊക്കെ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം മാർച്ചിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനിലിരുന്ന് ഒരു ക്ലാരിറ്റി കുറവുള്ളത്, ഇതിലൊരു 3ാമത്തെ പോയിന്റിലാണ് പറയുന്നത്. അതിലിപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ ലോൻ്റെ എക്സംഷൻ എഴുതേണ്ടതില്ല. ലോ എക്സംഷൻ കിട്ടുന്നതാണ്, ലോ പേപ്പർ എഴുതേണ്ടതില്ല. ഓക്കെ.